40കളിലും ഉറച്ച മസിലുകൾ ലഭിക്കാൻ പ്രായം കൂടുന്തോറും മസിലുകൾ തൂങ്ങിപ്പോകുന്നത് സാധാരണയാണ്. പ്രത്യേകിച്ചും പ്രായമേറുമ്പോൾ 40കൾ കഴിയുമ്പോൾ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും മസിലുകൾ തൂങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. കൈകാലുകളിലെ മസിലുകൾ തൂങ്ങുന്നതും വയർ തൂങ്ങുന്നതും മുഖത്തെ മസിലുകൾ അയയുന്നതുമെല്ലാം സാധാരണയാണ്. ഇതിന് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. 30 വയസ്സ് കഴിയുന്നത് മുതൽ ഓരോ 10 വർഷത്തിലും മസിൽ മാസ് കുറയും. വ്യായാമം ചെയ്യാതിരിക്കുന്നവർക്ക് ഇത് സാധാരണയാണ്. ഇതുപോലെ അമിതവണ്ണം വയ്ക്കുന്നത് ഇത്തരം പ്രശ്നത്തിന് കാരണമാകും. ഭക്ഷണക്രമം നല്ലതല്ലെങ്കിലും ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണയാണ്. വിശപ്പ് മാറാനും രുചിക്കുമല്ലാതെ ആരോഗ്യത്തിനു വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന ശീലം പലർക്കും കാണില്ല. ഇതെല്ലാം തന്നെ മസിൽ മാസ് കുറയുവാനും മസിലുകൾ അഴയാനും കാരണമാകും. ഇതുപോലെ ഉറക്കം ശരിയല്ലെങ്കിലും മസിലുകളെ ബാധിക്കുവാൻ ഇടയാകുന്നു. ഇതുപോലെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുന്നതും കാരണമാകും. ഒന്നാമതായി മസിൽ മാസ് സ്ത്രീകളിൽ ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകില്ല. എന്നാൽ മെനോപോസ് കാരണം ഇതുണ്ടാകും. വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, സ്ട്രെസ് എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു. ഇതുപോലെ ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, ഇൻസുലിൻ മെറ്റബോളിസം ഇൻബാലൻസ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന സിലോപീഡിയ, അമിതമായി പുകവലി ശീലം, പ്രമേഹം, കരൾ പ്രശ്നം, വൃക്കരോഗം, എയ്ഡ്സ് തുടങ്ങിയ പല കാര്യങ്ങളും മസിൽ മാസ് കുറയാൻ കാരണമാകുന്നു. രണ്ടാമതായി മുട്ട. മസിൽ മാസ് കുറഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമുണ്ടാകും. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കൈകാൽ വേദന, ക്ഷീണം, ഉന്മേഷക്കുറവ് എന്നിവയെല്ലാം അനുഭവപ്പെടുന്നു. പ്രമേഹം വരുവാൻ കാരണമാകും. ഷുഗർ കൂടും. മസിലുകൾ തൂങ്ങിപ്പോകാതെ നിലനിർത്തുവാൻ സഹായിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുക എന്നത് പ്രശ്നമാണ്. നല്ല ഭക്ഷണത്തിന് ലാഭിക്കുന്ന പണം ആശുപത്രിയിൽ കൊണ്ട് കളയേണ്ടി വരും. ചിക്കൻ തൊലി നീക്കിയത് കറിവെച്ച് കഴിക്കുന്നത്, മത്സ്യങ്ങൾ കറിവെച്ച് കഴിക്കുന്നത് എല്ലാം നല്ലതാണ്. മുട്ടയുടെ വെള്ളയും നല്ലതാണ്. മൂന്നാമതായി എക്സസൈസ്. ശരിയായ ഉറക്കം പ്രധാനമാണ്. ഉറക്കം ശരിയായാൽ മസിൽ മാസ് നന്നാകും. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന രീതി പരീക്ഷിക്കാം. വ്യായാമം ചെയ്യാം. നടക്കുന്നത് മാത്രം പോരാ. ഇതിനായി റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല ജിം ട്രെയിനറുടെ കീഴിൽ ചെയ്യുക. പ്രത്യേകിച്ചും ഭാരം എടുത്തുയർത്തുന്നത് പോലുള്ളവ ചെയ്യുന്നത് നല്ലതാണ്. നാലാമതായി പച്ചക്കറികളും പഴങ്ങളും. വൈറ്റമിൻ ഡി കുറയാതെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെലിനിയം, സിങ്ക്, മഗ്നീഷ്യം എന്നിവ നല്ലതാണ്. സെലിനിയത്തിന് മുട്ട, കടൽ മത്സ്യം, നട്ട്സ് എന്നിവ പ്രധാനമാണ്. സിങ്ക്, മഗ്നീഷ്യം എന്നിവ നട്ട്സ് കഴിച്ചാൽ ലഭിക്കും. ഇലക്കറികളും പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ഗുണകരമാകും.